ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും സുഖമൊക്കെ ആയിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഗ്യാസ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പെട്ടെന്നൊക്കെ ഗ്യാസ് തീർന്നാൽ നമ്മുടെ കാര്യം അടുക്കളയിലത്തെ അന്നത്തെ ദിവസം തന്നെ പോയി എന്ന് വിചാരിക്കാം. രാവിലെ പണികളൊക്കെ ഒരുക്കാൻ നമ്മൾ ഗ്യാസ് ഉള്ളത് കൊണ്ടാണ് ഒരുവിധം ഒപ്പിച്ചു പോകുന്നത്. ഗ്യാസ് ഇല്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ടല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് വേറെ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്താണോ കുക്ക് ചെയ്യുന്നത് അതിൻ്റെ മേലേക്ക് ഒരു പാത്രത്തിലാക്കി നമുക്ക് അടുത്ത കുക്ക് ചെയ്യാനുള്ളതും കൂടി വെക്കുക. അപ്പം നമുക്ക് ഗ്യാസ് ലാഭിക്കാം. നമ്മൾ മുട്ടയ്ക്ക് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഇതുപോലെ സവോളയൊക്കെ വഴറ്റി സമയം കളയണ്ട. സവോളയും തക്കാളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ കുറച്ച് കസ്തൂരി മെഹന്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണോ മുട്ട റോസ്റ്റിന് സവോള വഴറ്റാൻ എടുക്കുന്നത് എല്ലാം വഴറ്റാനൊന്നും നിൽക്കണ്ട കേട്ടോ. എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ ഏറ്റവും നല്ല ടിപ്പുകളാണ് ഇതൊക്കെ കേട്ടോ. ഇത് നമ്മൾ വഴറ്റി സമയം കളയൊന്നും വേണ്ട. നമ്മളിങ്ങനെ വഴറ്റി നിൽക്കും തോറും നമ്മുടെ ഗ്യാസ് തീരും. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല, ബാക്കി എല്ലാ പാചകവും കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇതാണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കറിൽ ഇങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് വഴറ്റാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവോള വഴറ്റാൻ സമയം കൊണ്ട് നമ്മുടെ മുട്ട റോസ്റ്റ് ആയി കിട്ടും കേട്ടോ. ഇത്രയും നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ അതിനകത്തേക്ക് 1-1.5 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എന്തോരം സവോളയാണ് എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചിടുക. ഒരു സവോള 2 സവോളയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ വെള്ളം മതി. അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നമുക്ക് പുഴുങ്ങാൻ ഞങ്ങളിവിടെ 4 പേര്, ഞങ്ങൾക്ക് 4 പേർക്കും കൂടെയുള്ള മുട്ട ഒരു ഗ്ലാസ് വെച്ചിട്ട് ഞാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മുട്ടയും വെന്ത് കിട്ടും, നമ്മുടെ മുട്ട റോസ്റ്റും ആയി കിട്ടും. ഒറ്റ ഇതിൽ തന്നെ നമുക്കാണെങ്കിൽ ആയി കിട്ടും കേട്ടോ. ഈ കുക്കർ ഒരൊറ്റ വിസിലടിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അധികം സവോളയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ വിസിലടിച്ചിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റോളം ഒന്ന് സിമ്മിലിടുക. അപ്പം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ കുക്കറിൽ വെച്ച് നമ്മുടെ മുട്ട റോസ്റ്റും ആയി മുട്ടയും പുഴുങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഗ്യാസ് ലാഭിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ പുഴുങ്ങിയ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 സ്പൂൺ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചൂടോടുകൂടിയുള്ള പാത്രത്തിൽ നിന്നും മുട്ട എന്ത് സാധനം പുഴുങ്ങിയതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. 2 സ്പൂൺ എടുത്താൽ മതി, കൈ പൊള്ളാതെ എടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇതുപോലെ 2 സ്പൂൺ മതി കേട്ടോ. ഇതിങ്ങനെ പൊള്ളാതെ നമുക്ക് പുഴുങ്ങിയ സാധനങ്ങൾ ചൂടോടെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 സ്പൂൺ ഉപയോഗിച്ചാൽ മതി. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ പാത്രമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സിങ്കിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞു കിടക്കും. വേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്ന് അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും വേസ്റ്റ് ബൈനിലിടാതെ എല്ലാം കൂടി കൊണ്ട് നമ്മുടെ വാഷ് ബേസിനിലേക്ക് പാത്രത്തോട് കൂടി ഇട്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടോ നമ്മുടെ സിങ്ക് ഫുള്ളായിട്ടുണ്ടാവും. അപ്പം നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൈ ഇട്ട് ഇളക്കി വെള്ളം കളയാനൊന്നും നിൽക്കരുത്. നമ്മുടെ കയ്യിൽ മുള്ളോ എല്ലോ എന്താ അതിലുള്ളതെന്ന് വെച്ചാൽ കൈ കൂടി കുത്തി കയറും. അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുക്കുക, വീഡിയോ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. ഏത് ബ്ലോക്കായ സിങ്കും നമുക്കാണെങ്കിൽ ഇതുപോലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി മതി കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടോ വേസ്റ്റൊക്കെ ഉള്ളിൽ വന്ന് അടിഞ്ഞേക്ക് നമ്മൾ വിരലൊക്കെ ഇട്ടിട്ട് നമ്മളാണെങ്കിൽ വെള്ളമൊക്കെ കളയാൻ നേരത്ത് നമ്മുടെ കയ്യിലാവാതിരിക്കാൻ നല്ലൊരു ടിപ്പാണ്. അതേപോലെ നമ്മുടെ വീട്ടിലെ ഗ്യാസ് പെട്ടെന്ന് തീർന്നോ എന്ന് നമുക്കറിയില്ല, ഗ്യാസ് തീരാനായോ എന്തായി എന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഗ്യാസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിറഞ്ഞ കുറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ധൃതി പിടിച്ച് എവിടെയെങ്കിലും പോകാൻ നേരത്തൊക്കെ ആയിരിക്കും നമ്മുടെ ഗ്യാസ് കഴിയുന്നത്. അപ്പം നമ്മുടെ ഗ്യാസും കുറ്റി കഴിയാനായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഇതുപോലെ ഒരു ചോക്കും കഷ്ണം എടുത്ത് വെള്ളത്തിലിടുക. എന്നിട്ട് വരച്ചു കൊടുക്കുക. ഞാൻ വരച്ചു കൊടുക്കുന്നത് കണ്ടറിയാം. ഇപ്പുറത്തെ കുറ്റി കാലിയാണ് നമ്മൾ ഫസ്റ്റ് വരച്ചു കൊടുത്തത്. അത് കണ്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടി. നമ്മുടെ ഫുള്ള് കുറ്റി ഇപ്പം നിറച്ച് വെച്ചതാണ് കേട്ടോ ഇപ്പുറത്തിരിക്കുന്നത്. ആ കുറ്റിയിലേക്ക് നോക്കി വരച്ചു കൊടുത്തത് അങ്ങനെ തന്നെ നനഞ്ഞു കിടക്കുക. ഒരേ നനഞ്ഞ ചോക്കും കൊണ്ട് ഞാൻ വരച്ചു കൊടുത്തതാണ്. ഫസ്റ്റത്തെ കുറ്റി വരച്ച വഴി അത് ഉണങ്ങി കിട്ടുകയും മറ്റേ കുറ്റിയിൽ വെള്ളത്തിൻ്റെ അംശം അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലിക്കുറ്റി പെട്ടെന്ന് ഉണങ്ങുകയും നിറ കുറ്റിയാണെങ്കിൽ അതായത് ഗ്യാസ് എവിടെയാണുള്ളത് ആ ഭാഗം നനഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. നിങ്ങളുടെ ഗ്യാസ് തീരാനായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചോക്ക് നനച്ചെടുത്തിട്ട് നിങ്ങളുടെ കുറ്റിയുമേ വരച്ചു കൊടുത്താൽ മതി. നമ്മൾ കാലിയാണെങ്കിൽ ആ ഭാഗം നല്ല പോലെ ഉണങ്ങി കിട്ടും കേട്ടോ.
അതേപോലെ നമ്മുടെ വീട്ടിൽ മുട്ടയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമുക്കറിയാം ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മൾ മുട്ട ഇട്ടിട്ട് നല്ല പോലെ പതപ്പിച്ചെടുത്തിട്ടാണെങ്കിൽ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ എടുക്കാറുണ്ട്. ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ടമണം പോയി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ മുട്ടമണം പോയി കിട്ടാൻ വേണ്ടി കുക്കറിൽ നമ്മൾ എന്തെങ്കിലും സാധനം അടപ്പത്ത് വെക്കുമ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് ആ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഗ്ലാസ് ഒന്ന് കമഴ്ത്തി കൊടുക്കുക. ഗ്ലാസ് കമഴ്ത്തി കൊടുത്തിട്ട് ഇടയ്ക്ക് ഒരു തുണി ഉപയോഗിച്ച്, കൈ ഉപയോഗിക്കരുത്, പൊള്ളും, നല്ല ചൂടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആവി കയറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ആവി കയറ്റി കഴിഞ്ഞാൽ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ അരിപ്പൊടി ഗോതമ്പ് പൊടിയൊക്കെ ഇങ്ങനെ അരിച്ചെടുക്കാറുണ്ട്. അരിച്ചെടുത്ത് കഴിയുമ്പം നമ്മൾക്കറിയാം വെറുതെ അരിപ്പയിൽ അരയ്ക്കാൻ നേരത്ത് പുറത്തു കൂടിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അരിപ്പയിൽ വെറുതെ അരിച്ച് കാണിച്ചതാണ്. അപ്പോൾ പുറത്തു കൂടി ഫുള്ള് പോയിട്ടുണ്ട്. അപ്പം ഞാനൊരു ഗ്ലാസ് എടുത്ത് ഗ്ലാസ്സിൽ ഗോതമ്പ് പൊടി ആക്കിയിട്ട് നമ്മൾ അരിച്ചെടുത്ത് ഒരു തുള്ളി പോലും പുറത്തേക്ക് കൂടി ആകില്ല കേട്ടോ. അപ്പം ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയില്ലാത്തവർ ഇതൊന്നും ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതോ. നിങ്ങൾ എല്ലാ വീഡിയോസും ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.